പറയാൻ വയ്യ. എന്ത് പറ്റി? കൊണ്ടാട്ടി ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പോയി പറയാ ചൂടാക്കി തരാൻ. ആൽപ്പല്ലി മിഠായിയാ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു ക്ലയന്റ് ഒരു 11-11:30 ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക്. ഫ്രീലാൻസ് ആകുമ്പോൾ പിന്നെ ക്ലയൻസ് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ മെയിൽ അയക്കണം. അതിനു മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട്. അതായത് മല്ലി പൊടിക്കണം. നമ്മൾ മസാല കാര്യങ്ങളും മുളകും എല്ലാം നമ്മൾ പൊടിച്ച് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഇല്ല. എന്താ എന്തിനാ കരയുന്നു രാവിലെ തന്നെ? എനിക്ക് ഇങ്ങനൊക്കെ പാടിയാലോ ഒന്ന് വർക്കാവുള്ളൂ. രാവിലെ തന്നെ കരയുന്നുണ്ടല്ലോ പാവം. അയ്യോ വാവേ കോമഡി അത്ര. അടുത്ത മാസം അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഒന്ന് ഓർമ്മിപ്പിക്കൂ, ചിരിക്കാട്ടോ, മറക്കാതെ ഓർമ്മിപ്പിക്കണേ. വന്നിട്ടില്ല, ഉണ്ട്. അമ്മ നെയിൽപാട് വെച്ച് മറച്ചിരിക്കുക, അല്ലെങ്കിൽ കണ്ട വീഡിയോ അവള് പറയാം അമ്മ എങ്ങനെ പിന്നെ ക്യൂടെക്സ് ഇടാ പാവം. ഭയങ്കര സങ്കടം കുട്ടിക്ക്. മൊത്തം അടന്നു പോയതല്ലേ. എങ്ങനെ ഇടന്നു പോയി? എന്തോ കാറ്റിന്റെ മുകളിലേക്ക് വീണതാണ്. കാലിന്റെ മുകളിലേക്ക് വീഴുക അല്ലെങ്കിൽ വല്ല ചവിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ആ വലിയ കോട്ടപ്പാട്ടേ അതറിയാതെ നമ്മുടെ കാലിട്ടൊന്നും വീണു. പിന്നെ അകം ഭയങ്കര വേദനയാണ്. ഈശ്വര, സ്കിന്നിന്റെ മുകളിൽ നെയിൽ പോളിഷ് ഇട്ട് വെച്ചിരിക്കുകയാണ്. കണ്ട പേടിയവേ. രാവിലെ തൊട്ട് ഈ ഒരു നേരം വരെ ക്ലയന്റ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വർക്ക് ഒരു പകുതി വരെങ്കിലും എത്തിച്ചതിന് ശേഷം മൂപ്പര് പോയത്. ഇനി 2-3 ദിവസത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വാവുകുട്ടീനെ വിനയമോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ട നേരമായി. അത് കഴിഞ്ഞാൽ വൈഫിനെയും 5 മണിക്ക് പിന്നെയും കൊണ്ടുവരേണ്ട നേരമാവും. ആൽപ്പല്ലി മിഠായിയാ. എന്നാ തന്നെ കേട്ടോ. ഇത് എന്തിനു വന്നതാ? എഴുതിയതിന് തന്നതാ? വാവ നന്നായിട്ട് എഴുതിയതിന് തന്നതാ? നന്നായിട്ട് എഴുതിയോ? 2 കുട്ടികൾ മാത്രമേ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുള്ളൂ അല്ലേ എക്സാം? എന്ത് പറ്റി? എന്തിനാ തൊണ്ട കാണിക്കണേ? എന്തിനാ തൊണ്ട കാണിക്കണേ? പറഞ്ഞില്ലേ പന്തട്ടി അങ്ങനെ തൊണ്ട കാണിക്കുക? അല്ല, കൊറേ എത്ര വർഷം പന്തട്ടിട്ടാണ്. പന്തട്ടി ഇന്ന് വാവക്കുട്ടീനെ സൈക്കിൾ ഓടിക്കാൻ കൊണ്ടുപോകാമെന്ന് കരുതിയതാണ്. പക്ഷെ നാളെയും പരീക്ഷ ഉണ്ട്, മറ്റന്നാളെയും പരീക്ഷ ഉണ്ട്. അപ്പോൾ പിന്നെ കൊണ്ടുപോക്ക് നടക്കില്ല. എന്തായാലും സ്കൂൾ പൂട്ടില്ലേ, നിരക്ഷം തുടങ്ങാല്ലേ പഠിക്കല്. മരുന്ന് കഴിക്കുന്നുണ്ടോ? എന്തിനിപ്പോ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ആക്കിയത്? ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഐസിലാണോ അല്ലേതാണോ കൊടുക്കുന്നത്? ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, പുറത്തൊന്നും പോയിട്ട് ഇത് പോയി പറയാ ചൂടാക്കി തരാൻ. ആകോട്ടെ തണുത്ത ഫുഡ് കഴിക്കരുത് കേട്ടോ. പനിക്കണ പോലെ കുട്ടിക്കായ പനി വരാതെന്നാ ഭാഗ്യം. ഇപ്പൊ ഒന്ന് ശരിയായി വന്നേ ഉള്ളൂ, പിന്നെ അവിടേക്കാണ് എത്തി. മുത്തശ്ശി തണുത്തത് വന്നു കഴിഞ്ഞാൽ ചൂടാക്കി തരാൻ പറയണം കേട്ടോ. അപ്പാച്ച വന്ന് ചൂടാക്കി തരാം. ഓക്കെ? ആര് തന്നാലും തണുത്തത് കഴിക്കണ്ട കേട്ടോ. ഓക്കെ? തൊണ്ട വേനുണ്ടോ? അപ്പോൾ തൊണ്ട കെട്ടിട്ടുണ്ട്. നല്ലപോലെ ഒരു ദിവസം ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. പാവക്കുട്ടിക്ക് തുമ്മൽ തുടങ്ങി, ജലദോഷം, തൊണ്ടവേദന എഗെയിൻ വന്നു. തണുത്തിട്ടുള്ള ഭക്ഷണം കൊടുത്തു മുത്തശ്ശി. ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ തണുപ്പേ ഉള്ളൂ. പാവക്കുട്ടിയുടെ തൊണ്ടവേദന അസുഖങ്ങളൊക്കെ നാളേക്ക് മാറുമെന്ന് കരുതുക. എക്സാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.